നമസ്കാരം. അങ്ങനെ PM ശ്രീ വേണമോ വേണ്ടയോ, വേണ്ടയോ വേണമോ, വേണോ വേണ്ടേ, വേണ്ടേ വേണയോ. അപ്പോൾ വേണ്ടണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. സാധനം നമുക്ക് വേണം എന്ന് പറയുന്ന കുറച്ചുണ്ട് സ്ട്രോങ് ആയിട്ട്. വേണ്ട എന്ന് പറയുന്നുണ്ട്. വേണോ വേണ്ടേ, വേണ്ടണം എന്നാണ് പറയുന്നത്. അപ്പോൾ PM ശ്രീയുടെ കാര്യം ഇപ്പോൾ വേണ്ടണം എന്നാണ് പറഞ്ഞു നിൽക്കുന്നത്. വേണണ്ട എന്നും പറയാം, വേണണ്ട എന്നും വേണ്ടണമെന്നും പറയാം. രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് PM ശ്രീ നിന്ന് എപ്പോൾ വേണോ പിന്മാറാം, കുഴപ്പമില്ല കരാറിൽ നിന്ന്, പക്ഷേ സിലബസ് ഞങ്ങളും കൂടി തീരുമാനിക്കും. പോരെ, പ്രതിപക്ഷത്തിന് ആയുധമായില്ലേ? പിണറായി വിജയൻ ഊർജം കിട്ടിയില്ലേ? അടിപൊളിയായില്ലേ? ബിനോയ് വിശ്വത്തിന് സമാധാനമായ. അപ്പോൾ കേരള സർക്കാർ പറയുന്നു, ഇന്നലെ പറഞ്ഞു ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് വാർത്ത വന്നത്, UDF തീരുമാനിച്ചതായിട്ട്. ഇന്ന് കുറച്ചുകൂടെ ആധികാരികമായിട്ട് അടൂർ പ്രകാശ് പറഞ്ഞു, അങ്ങനെയല്ല തീരുമാനിച്ചത്, മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചിട്ട് ബാക്കി ഞങ്ങൾ തീരുമാനിക്കും. കുഞ്ഞാലിക്കുട്ടി, PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞ അങ്ങനെയാണ്. മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കട്ടെ, ഒരു ഉപസമിതി വെച്ചിരിക്കുകയല്ലേ, അവർ തീരുമാനിച്ചിട്ട് തീരുമാനിക്കാം. എന്തായാലും PM ശ്രീ വീണ്ടും ചക്ക കുഴയും പോലെ കുഴയുകയാണ്. കഴിഞ്ഞ സർക്കാർ PM ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് കൊണ്ട്, ഒപ്പുവെച്ചത് കൊണ്ട് ഈ സർക്കാരിന് പിന്മാറാൻ പറ്റില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു വാദം. എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അങ്ങനെ ഇല്ല, വേണമെങ്കിൽ പിന്മാറാം. ഇതുവരെ PM ശ്രീ കേരളം തുടങ്ങിയിട്ടില്ല. അപ്പോൾ കേരളം പറയുന്നു, ഞങ്ങൾ 265 സ്കൂളും ഞങ്ങൾ സെലക്ട് ചെയ്ത് തരും, സിലബസും കരിക്കുലവും നിങ്ങൾ ബഹളം ഉണ്ടാക്കിയാൽ ഞങ്ങൾ കോടതി പോകും. അപ്പം ഞങ്ങൾ, നിങ്ങൾ, നിങ്ങൾ, ഞങ്ങൾ, ഞങ്ങൾ, നിങ്ങൾ, നിങ്ങൾ, ഞങ്ങൾ, ഇങ്ങനെ അടിക്കുകയാണ് കിടന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കി, എല്ലാ സംസ്ഥാനവും നടപ്പിലാക്കി. അവിടെ ഇത് ഫണ്ട് വാങ്ങിക്കുക, നടപ്പിലാക്കുക, അതിനകത്ത് വേറെ മറ്റു കാര്യമൊന്നുമില്ല. അതിനകത്ത് ഒരു സംഘപരിവാറും ഇല്ല, ഒരു BJP ഇല്ല. ഈ സിലബസ് എന്നൊരു വിഷയമല്ല. സിലബസൊക്കെ എന്ത് സിലബസ്? സ്റ്റേറ്റിൻ്റെ സിലബസ് അല്ലേ പഠിപ്പിക്കുന്നത്. ഇപ്പം തന്നെ NCERTയുടെ കുറേ സിലബസ് ഉണ്ട് പഠിക്കാൻ. വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അപ്പോൾ നമ്മളൊരു അതിവൈകാരികമായി പറയുന്നോട്ട് കാര്യമില്ല. ഇതിനകത്ത് എടുക്കേണ്ട ഒരു നിലപാട് വളരെ ക്ലിയറാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പണം വാങ്ങണം, അവർ പറയണ എല്ലാം ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. കൊയ്തളയോ അവർ? ഒന്നുമില്ല. എത്രയോ പദ്ധതികൾ അങ്ങനെ. ജലജീവ മിഷൻ കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണേ. ദീനദല ഉപാധ്യായയുടെ പേരിലുള്ള ഒരു അർബൻ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യണേ. ഏത് പദ്ധതി അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നേ? അവർ വില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പഞ്ചായത്ത് നിന്നാക്കും. സിമ്പിളാണ്, വളരെ വെരി സിമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത് വേണ്ടണം എന്ന് പറയാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു തീരുമാനമെടുക്കുക. വാങ്ങിച്ചാലും കഥയില്ല, വാങ്ങിച്ചില്ലെങ്കിലും കഥയില്ല. പക്ഷേ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ ടൈപ്പ് ഇല്ല എന്നും പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് കേന്ദ്രം പുതിയൊരു ഉൾട്ടയടിക്കും, അവിടെയും ഉൾട്ടകൾ വരുന്നുണ്ട്. അവർ ഉൾട്ടയടിക്കുന്നത് ടൈപ്പില്ല, ഞങ്ങൾ SSC ആയിട്ട് ടൈപ്പില്ല, ഇത് വാങ്ങിച്ചില്ലെങ്കിൽ മറ്റേതിൻ്റെ പൈസ തരാം. ഇതൊക്കെയല്ലേ നേരത്തെ ഒരു ക്ലാരിറ്റി വരേണ്ടിയിരുന്നത്. അപ്പോൾ എന്തായാലും ആകെ ടോട്ടൽ മൊത്തം കൺഫ്യൂഷനാണ്.